നമസ്കാരം. ഇന്നിപ്പോ നിയ എന്ന് പറയുന്ന 7 വയസ്സുകാരി മരണപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നത്. അതായത് പേ വിഷബാധയേറ്റ് 7 വയസ്സുകാരി മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നിയയുടെ മരണം കൂടെ ആകുമ്പോൾ ഏകദേശം ഈ ഒരു മാസത്തിൽ തന്നെ 3ഓളം കുട്ടികളാണ് ഇത്തരത്തിൽ പേ വിഷബാധയേറ്റ് മരിച്ചത്. നിയയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നിയ നേരത്തെ തന്നെ വാക്സിൻ കൃത്യമായിട്ട് എടുത്തിരുന്നു. താറാവിനെ കളിപ്പിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്താണ് കുട്ടിയെ പട്ടി കടിക്കുന്നത് എന്നാണ് കുട്ടിയുടെ അമ്മ പ്രതികരിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുകയും അവിടെ നിന്ന് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. 3ഓളം വാക്സിൻ എടുത്തു. പക്ഷേ 4ാമത്തെ വാക്സിൻ എടുക്കും മുമ്പ് തന്നെ നിയയ്ക്ക് പനി വരികയും അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ആശുപത്രിയിലേക്ക് SAT ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരികയായിരുന്നു. ഈ മാസം 1-ാം തീയതിയാണ് നിയെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അപ്പോൾ മുതൽ തന്നെ കുട്ടിയുടെ നില അതീവ ഗുരുതരം തന്നെയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇന്നിപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. കുഞ്ഞിയുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കേസുമായി പല വിധത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ പണ്ട് അതിജീവിച്ച പല രോഗങ്ങളുമുണ്ട്. അതായത് കൊറോണ പോലുള്ള പല വിഷയങ്ങൾ. അതുപോലെ തന്നെ കേരളം അതിജീവിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പട്ടിയുടെ ശല്യം എന്ന് പറയുന്നത്. പട്ടികളുടെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പല രീതിയിൽ അതായത് സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും 4 അംഗ ടീം അടക്കം ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പട്ടിയുടെ ശല്യമൊക്കെ ഒഴിവാക്കി പേ വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു അംഗ ടീം തന്നെയുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റു കാര്യങ്ങളും തന്നെയാണ്. പൊതു ഇടങ്ങളിൽ പോലും ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ വലിച്ചെറിയുന്നത് കൊണ്ട് തന്നെ പട്ടികളുടെ എണ്ണം ഓരോ ദിവസവും പെരുകുകയാണ്. പട്ടികളെ നിയന്ത്രിക്കാനുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും അത് സാധ്യമാകാത്തത് നമ്മുടെ ഒരു പ്രതികരണം, നമ്മൾ ഇത്തരത്തിൽ വസ്തുക്കളൊക്കെ വലിച്ചെറിയുന്നത് ഒരു കാരണമായി മാറുന്നുണ്ട്. എന്തായാലും നിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിനേറ്റിരിക്കുന്ന കൈയുടെ മുറിവ് അത് വളരെ വലിയൊരു ആഴമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ആഴത്തിലുള്ള മുറിവിൽ നേരിട്ട് തന്നെ നെർവിലേക്കൊക്കെ ഈ അണുബാധ എത്തിയിരുന്നു. അതേപോലെ തന്നെ കുട്ടിയുടെ തലയിൽ അണുബാധ കാര്യമായിട്ട് തന്നെ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് തന്നെ ഈ ഒരു പേ വിഷബാധ ഏറ്റതിനു ശേഷം രക്ഷപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഏകദേശം 8ഓളം ആളുകൾ മാത്രമാണ് പേ വിഷബാധ അണുബാധ ഏറ്റതിനു ശേഷം രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാക്സിൻ എടുത്തതിന് ശേഷവും അണുബാധ ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ കുട്ടിയുടെ അമ്മയും ഇന്ന് വളരെ വൈകാരികമായിട്ട് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ അവരും പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ അവരുടെ വീട്ടു പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ്. എത്രമാത്രം അധികൃതരുടെ മുന്നിൽ എത്തിച്ചാൽ പോലും ആ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് നിയയ്ക്കും വലിയൊരു പ്രശ്നമായി മാറിയത്. നിയയും ഈ പറയുന്നത് പോലെ പട്ടി കടിക്കാനുള്ള കാരണമായി മാറുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് വീട്ടിലെത്തിച്ചിരുന്നില്ല. പൊതുദർശനമൊന്നും നടത്തിയിട്ടില്ല. കാരണം പേ വിഷബാധയേറ്റാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മൃതദേഹമൊക്കെ പെട്ടെന്ന് തന്നെ സംസ്കരണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ വാക്സിൻ അത് കൃത്യമല്ലേ, അതായത് പേ വിഷബാധയെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ കൃത്യമല്ലേ എന്നതടക്കമുള്ള ആശങ്കകൾ ഇപ്പോൾ പലരിലുമുണ്ട്. പക്ഷേ ആരോഗ്യ വിഭാഗം പറയുന്നത് കേരളത്തിലുള്ള വാക്സിൻ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല. കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആരോഗ്യ വിദഗ്ധർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ പറയുന്നത് പോലെ വാക്സിൻ ആക്റ്റീവ് ആകണമെങ്കിൽ, നമ്മളൊരു വാക്സിൻ എടുക്കുമ്പോൾ അത് ആക്റ്റീവ് ആകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു കടി ഏൽക്കുകയാണെങ്കിൽ അത് നേരിട്ട് രക്തക്കുഴലിലൂടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ, അണുബാധ വ്യാപിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു കൃത്യമായിട്ടുള്ള നടപടിയോ അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനമോ നടത്തുന്നതിൽ വലിയ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ നിയയുടെ കാര്യത്തിൽ തലച്ചോറിനെ അടക്കം പേ വിഷബാധ കാര്യമായിട്ട് ബാധിച്ചിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഏകദേശം ഇത്തരത്തിലൊരു പട്ടിയുടെ കടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ
ഈ അണുബാധ ശരീരത്തിൽ ഏകദേശം 2 വർഷത്തോളം ഒക്കെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്നടക്കം പറയുന്നുണ്ട്. ഇതിൽ ഏത് സമയം വേണമെങ്കിലും ഇതൊരു വലിയ രീതിയിലുള്ള പ്രശ്നമാകുകയും അത് ആരോഗ്യ പ്രശ്നത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ എത്തുന്നതാണ് സാഹചര്യം. നിയയെ സംബന്ധിച്ച് കൃത്യം 1 മാസത്തിനുള്ളിലാണ് നിയ ഈ പറയുന്നത് പോലെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതും പനി ബാധിക്കുന്നതും പിന്നീട് ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. എന്തായാലും കുട്ടിയുടെ മരണ വാർത്ത അത് കൂടെ പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഈ മാസം മാത്രം 3ഓളം കുട്ടികൾ മാത്രം പേവിഷബാധയേറ്റ് മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അതായത് ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വർദ്ധിച്ചു വരുന്ന ഈ പേപ്പട്ടി തെരുവ് നായ ശല്യം അത് കുറയ്ക്കുക എന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കരുതൽ എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോ ഈ കുട്ടിയുടെ മരണം കൂടെ, അതായത് നിയയുടെ മരണം കൂടെ ആകുമ്പോൾ ഏകദേശം 3ഓളം കുട്ടികൾ കേരളത്തിൽ ഈ ഒരു മാസം മാത്രം മരിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പിലുള്ള കണക്കുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് 2021 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് ഏകദേശം 11 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. 2022 27ഓളം പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. 23 25 പേർ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 26 പേരും ഈ വർഷം 5 മാസത്തിൽ എത്തുമ്പോൾ ഏകദേശം 14 പേരുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 5 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് കേരളത്തിൽ മരിച്ചിരിക്കുന്നത് 102 പേരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. 102 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയൊന്നുമല്ല. ഓരോ ജീവനും അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും ആളുകൾ 102ഓളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. അതേസമയം സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും നിയോഗിച്ചിട്ടുള്ള ഒരു ടീമുണ്ട്. അതായത് നാട്ടിലുള്ള ഈ പറയുന്ന പട്ടിശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടീമാണ്. അപ്പോൾ ആ ഒരു ടീം കൃത്യമായിട്ട് ഈ നടപടികളൊക്കെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിൽ ഇത്തരത്തിൽ വലിയ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഈ ഒരു തെരുവുനായ ശല്യം കുറയുന്നില്ല, ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ് ഓരോ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ, അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കേണ്ടതുണ്ട്.